ചാനലുകളാണെങ്കിൽ വെട്ടുകൊണ്ട് കിടക്കുന്നവന്റെ കഴുത്തറ്റ് കിടക്കുന്നതിന്റെ ബ്ലഡ് ഷെഡിന്റെ ക്ലോസപ്പ് എടുത്ത് കാണിച്ച് എന്റെ ചാനലിന് കൂടുതൽ സർക്കുലേഷൻ കിട്ടണം എന്നുള്ള വികാരത്തോടെ ഈ ബിസിനസ് മൈൻഡോടെ അത് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ലാത്ത പകയും വിദ്വേഷം മനുഷ്യരിൽ പടർന്നു വരും. മാനൂർ നടക്കുന്നൊരു കൊലപാതകത്തെ പത്രത്തിന്റെ 5-ാം പേജിലോ 6-ാം പേജിലോ ഒരു ചെറിയ വാർത്തയായിട്ട് കൊടുത്ത് എഴുതി തള്ളിക്കളയണം. അത് ആര് മരിച്ചാലും ആര് കൊന്നാലും വീട്ടുവഴക്കായാലും അതിർത്തി തർക്കമായാലും അത് ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് കണ്ടുപിടിക്കാനുള്ള പത്രക്കാരനും ചാനലുകളുടെ ധൃതി കാണുമ്പോൾ നാടിനോടുള്ള പൂർവ്വം ഒരു മറന്നു പോകില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരത് ഏത് രാഷ്ട്രീയക്കാരെങ്കിലും ആവട്ടെ, CPM കാരൻ BJP-കാരനെ കൊന്നോ RSS-കാരൻ കേരള കോൺഗ്രസ്സുകാരെ കൊന്നോ എഴുതാതെ മനുഷ്യനെ കൊന്ന കഥയായിട്ട് എഴുതണത്. മനുഷ്യർ മരിച്ചിട്ട് കുറെ കാലം അവിടെയൊക്കെ രാഷ്ട്രീയക്കാരെ മരിക്കുന്നത്. മനുഷ്യനെ മറന്നു പോകുന്നു മാധ്യമങ്ങൾ, പത്രക്കാർ. അത് മാറ്റണം. അത് മാറ്റിയാൽ ഇത്തരം കൊലപാതകങ്ങൾക്കും പ്രസിദ്ധീകരണങ്ങൾ യാതൊരു പ്രാധാന്യവും കൊടുക്കില്ല എന്ന് കണ്ടാൽ വെട്ടുകൊലയൊക്കെ കുറയും. പണ്ട് നക്സലൈറ്റുകളുടെ ആക്രമണത്തിന് ഒരു അവസാനം അറുതി കണ്ടുപിടിക്കാൻ ഈ മാർഗം സ്വീകരിച്ച് സക്സസ്